നമസ്കാരം. അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേഴ്സണൽ അസിസ്റ്റന്റ് ആയിരുന്ന ടെനി ജോപ്പൻ ഉന്നയിച്ച മർദ്ദന ആരോപണങ്ങൾ പൂർണ്ണമായും തള്ളി മുൻ ഐ ജിയും നിലവിലെ പോലീസ് ഉപദേഷ്ടാവുമായ ഹേമചന്ദ്രൻ രംഗത്തെത്തി. തന്റെ ഔദ്യോഗിക ജീവിതത്തിൽ ടെനി ജോപ്പനെ എന്നല്ല ഒരു പ്രതിയെ പോലും താൻ മർദ്ദിച്ചിട്ടില്ലെന്ന് ഹേമചന്ദ്രൻ വ്യക്തമാക്കി. ഈ വിഷയത്തിൽ കൂടുതൽ പരസ്യ പ്രതികരണങ്ങൾ നടത്താൻ താൻ ആഗ്രഹിക്കുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സംസ്ഥാന രാഷ്ട്രീയത്തെ വലിയ രീതിയിൽ പിടിച്ചുലച്ച സോളാർ സാമ്പത്തിക തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചപ്പോൾ അന്നത്തെ ഐ ജി ആയിരുന്ന ഹേമചന്ദ്രൻ തന്റെ മുഖത്തടിച്ചെന്നായിരുന്നു ടെനി ജോപ്പന്റെ ഗുരുതരമായ ആരോപണം. സോളാർ കേസിൽ പ്രതിപട്ടികയിൽ നിന്ന് തന്നെ ഒഴിവാക്കാൻ ഹൈക്കോടതി അനുമതി നൽകിയതിന് തൊട്ടു പിന്നാലെ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴാണ് ജോപ്പൻ ഈ വെളിപ്പെടുത്തൽ നടത്തിയത്. സോളാർ തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് ടെനി ജോപ്പനെതിരെയുള്ള നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ തനിക്ക് താല്പര്യമില്ലെന്ന് പരാതിക്കാരനായ മല്ലേലി ശ്രീധരൻ നായർ ഹൈക്കോടതിയെ ഔദ്യോഗികമായി അറിയിച്ചതോടെയാണ് ജോപ്പനെ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കാൻ കോടതി തീരുമാനിച്ചത്. തനിക്ക് നിലവിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്നും ജോപ്പനുമായിട്ടുള്ള പ്രശ്നങ്ങൾ കോടതിക്ക് പുറത്ത് ചർച്ച ചെയ്ത് ഒത്തുതീർപ്പാക്കിയെന്നും ശ്രീധരൻ നായർ കോടതിയെ ബോധിപ്പിച്ചു. സോളാർ കേസിന്റെ തുടക്കത്തിൽ മുഖ്യപ്രതിയായ സരിത എസ് നായർക്ക് പണം നൽകാൻ ടെനി ജോപ്പൻ സമ്മർദ്ദം ചെലുത്തിയെന്ന ശ്രീധരൻ നായരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരുന്നു അന്ന് ജോപ്പനെ കേസിലെ മൂന്നാം പ്രതിയാക്കി അറസ്റ്റ് ചെയ്തത്. പത്തനംതിട്ട കോന്നി പോലീസ് 1ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഈ കേസിന്റെ കുറ്റപത്രം സമർപ്പിച്ചിരുന്നെങ്കിലും വിചാരണ നടപടികൾ ആരംഭിച്ചിരുന്നില്ല. ഇതിനിടയിലാണ് തനിക്കെതിരെയുള്ള കുറ്റപത്രം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ടെനി ജോപ്പൻ ഹൈക്കോടതിയെ സമീപിച്ചതും അനുകൂല ഉത്തരവ് നേടിയതും. കോടതി വിധിക്ക് പിന്നാലെ മാധ്യമങ്ങളോട് പ്രതികരിച്ച ടെനി ജോപ്പൻ അതീവ വികാരാധീനനായിട്ടാണ് സംസാരിച്ചത്. കഴിഞ്ഞ 13 വർഷമായി താനും കുടുംബവും അനുഭവിച്ച കഠിനമായ വേദനകൾക്ക് ഒടുവിൽ പരിഹാരമുണ്ടായെന്നും ഈ അനുകൂല വിധിക്ക് ദൈവത്തോട് നന്ദി പറയുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. തന്നെ ഈ കേസിൽ കുടുക്കിയത് യഥാർത്ഥത്തിൽ ഉമ്മൻചാണ്ടിയെ ലക്ഷ്യമിട്ടും അദ്ദേഹത്തെ ക്രൂശിക്കാൻ വേണ്ടിയായിരുന്നുവെന്നും ജോപ്പൻ ആരോപിച്ചു. അന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന ഹേമചന്ദ്രൻ അറസ്റ്റിന് മുൻപ് തന്നെ കടുത്ത രീതിയിൽ ഉപദ്രവിച്ചെന്നും ജോപ്പൻ പറഞ്ഞു. തനിക്ക് നേരെ നീണ്ട ശത്രുക്കൾ പുറത്തുള്ളവരായിരുന്നില്ലെന്നും സ്വന്തം പാളയത്തിനുള്ളിൽ തന്നെയായിരുന്നുവെന്നും പറഞ്ഞ അദ്ദേഹം അന്ന് തന്നെ കേസിൽ കുടുക്കിയവരെല്ലാം ഇപ്പോൾ സന്തോഷിക്കട്ടെ എന്നും എന്നാൽ താൻ ആരുടെയും പേരെടുത്ത് പറയുന്നില്ലെന്നും കൂട്ടിച്ചേർത്തു. തനിക്കുണ്ടായ ഈ വലിയ നീതിയും കോടതി വിധിയും അന്തരിച്ച പ്രിയ നേതാവ് ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകൾക്ക് മുന്നിൽ സമർപ്പിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. നിലവിൽ തനിക്ക് സർക്കാർ പെൻഷൻ ലഭിക്കുന്നില്ലെന്നും അതിനായിട്ടുള്ള അപേക്ഷ പുതിയ സർക്കാരിന് നൽകി കാത്തിരിക്കുകയാണെന്നും ടെനി ജോപ്പൻ വ്യക്തമാക്കി. ടെനി ജോപ്പനെതിരെയുള്ള കേസുമായി മുന്നോട്ട് പോകാൻ തനിക്ക് താല്പര്യമില്ലെന്നായിരുന്നു ശ്രീധരൻ നായർ കോടതിയെ അറിയിച്ചത്. ശ്രീധരൻ നായരുടെ നിലപാട് കൂടി കണക്കിലെടുത്താണ് ഹൈക്കോടതി കേസ് റദ്ദാക്കാനും ജോപ്പനെ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കാനും അനുമതി നൽകിയത്. മുൻപ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആഭ്യന്തരമന്ത്രിയായിരിക്കെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി വിദേശത്ത് തുടരുന്ന സമയത്താണ് ടെനി ജോപ്പന്റെ അറസ്റ്റ് നടന്നത്. സോളാർ വിവാദവുമായി ബന്ധപ്പെട്ട് ഉമ്മൻചാണ്ടിയുടെ ഓഫീസിനെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ നടന്ന ഏക അറസ്റ്റ് ടെനി ജോപ്പന്റേതായിരുന്നു എന്നതിനാൽ ഈ കേസ് അക്കാലത്ത് വലിയ രാഷ്ട്രീയ കൊടുങ്കാറ്റുകൾക്കാണ് വഴി തുറന്നത്. ഈ സോളാർ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ മുഖ്യപ്രതിയായ സരിത എസ് നായർ 1ാം പ്രതിയും ബിജു രാധാകൃഷ്ണൻ 2ാം പ്രതിയുമാണ്. പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടതോടെ വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടത്തിൽ ജോപ്പിന് വലിയ ആശ്വാസമാണ് ലഭിച്ചിരിക്കുന്നത്. സംസ്ഥാന രാഷ്ട്രീയത്തെ വലിയ രീതിയിൽ പിടിച്ചുലച്ച സോളാർ സാമ്പത്തിക തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചപ്പോൾ അന്നത്തെ ഐ ജി ആയിരുന്ന ഹേമചന്ദ്രൻ തന്റെ മുഖത്തടിച്ചെന്നായിരുന്നു ടെനി ജോപ്പന്റെ ഗുരുതരമായ ആരോപണം. സോളാർ കേസിൽ പ്രതിപട്ടികയിൽ നിന്ന് തന്നെ ഒഴിവാക്കാൻ ഹൈക്കോടതി അനുമതി നൽകിയതിന് തൊട്ടു പിന്നാലെ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴാണ് ജോപ്പൻ ഈ വെളിപ്പെടുത്തൽ നടത്തിയത്.